ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. കുറച്ചധികം നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വരുവാണ്. ഇതൊരു ഹോട്ടൽ റിവ്യൂ ആണ്. ജസ്റ്റ് ഒരു ഹോട്ടൽ റിവ്യൂ എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ഹോട്ടൽ റിവ്യൂവിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ഈ ഹോട്ടലിരിക്കുന്നത് നക്കോൺ രാജസിമ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊവിൻസാണ് തായ്ലൻഡിൽ. അവിടെ കവോയായി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേസ് ആണ്. നമ്മുടെ ബാങ്കോക്കിൽ നിന്ന് ഒരു 2.5 അല്ലെങ്കിൽ ഒരു 3 hours അറൗണ്ടിൽ ട്രാവൽ ചെയ്ത് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഒരു 1 year ബിഫോർ ഞങ്ങൾ കവോയായി വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ വേറെ റിസോർട്ടിലാണ് നിന്നത്. അപ്പോൾ ഞങ്ങൾ ഈ റിസോർട്ട് കണ്ടപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു നെക്സ്റ്റ് ടൈം കവോയായി വരുമ്പോൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം. അങ്ങനെ എൻ്റെ ചേച്ചിയും ഫാമിലിയും വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ബുക്ക് ചെയ്തതാണ്. നമുക്കപ്പോൾ റിസോർട്ടിലോട്ട് കയറാം. ഇത് ലോബി ഏരിയ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്റ്റൈലും സ്ട്രക്ചറും ഒക്കെ കാണുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി തോന്നാം. കാരണം എന്താണെന്ന് വെച്ചാൽ തായ്ലൻഡിലെ നോർത്ത് ഈസ്റ്റേൺ ഏരിയാസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൊരു റിസോർട്ടാണ്. അതാണ് കോമൺ ആയിട്ട് പറയുന്നത് ഇസാൻ എന്നാണ് ആ ഏരിയനെ. അപ്പോൾ അതിനെ ഷോക്കേസ് ചെയ്യുന്ന ഒരു റിസോർട്ടാണ്. അവിടുത്തെ കൾച്ചറും ഫുഡും ആ ഒരു തീമിലാണ് ഈ റിസോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേയൊക്കെ ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് ബാംബു വെച്ചിട്ടാണ്. നമ്മളപ്പോൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം റൂമിലോട്ട് പോവുകയാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ എൻട്രൻസ് ഒക്കെ കാണാനായിട്ട്. നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടും കൂടെയാണ്. വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ തായ്ലൻഡിലെ ഫസ്റ്റ് നാഷണൽ പാർക്കും 3rd ലാർജസ്റ്റ് നാഷണൽ പാർക്കായിട്ടുള്ള കവോയായി നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ 100 meter തൊട്ട് മുമ്പാണ് ഈ റിസോർട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണാൻ പറ്റും മൗണ്ടെയ്ൻസും ഫോറസ്റ്റും എല്ലാം കാണാൻ പറ്റും. നല്ല ചീവീടിൻ്റെ സൗണ്ടൊക്കെയാണ്. അപ്പം നൈറ്റൊക്കെ എങ്ങനെയാവുമെന്ന് നല്ല എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. ഞങ്ങൾ 2 റൂംസാണ് ബുക്ക് ചെയ്തത്. രണ്ടും അടുത്തടുത്താണ്. അപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് കയറുക. ഇനി റൂമിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. കയറി വരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ഡോറാണ്. ഇത് ഞാൻ ഉണ്ണിനെ പിടിച്ച് പുറത്തിരുത്തിയൊക്കെയാണ്. ഞാൻ റൂം ടൂർ എടുത്തിട്ട് അകത്തേക്ക് കയറിയാൽ മതി എന്ന് പറഞ്ഞ് ഇരുത്തിയേക്കാണ്. എനിക്കവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവിടുത്തെ ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് എല്ലാം ബാംബൂലാണ് ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വോളിലൊരു ഡ്രോയിങ് ഉണ്ട് മങ്കിയുടെ. അത് ഞാൻ ഇവിടുത്തെ റിസോർട്ടിൻ്റെ ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ ഓരോ റൂമിലും ഓരോ തീമിലാണ്, ഓരോ ആനിമൽസിനെ വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഓരോ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണെങ്കിലും അവർ ആ ട്രഡീഷണൽ ടച്ച് ബാംബൂലൊക്കെയാണ്. ഈവൻ വേസ്റ്റ് ബിന്നും ടിഷ്യൂ ബോക്സും ഒക്കെ ബാംബൂലാണ് ചെയ്തേക്കുന്നത്. പിന്നെ വരുമ്പോൾ ആ ബാത്ത് റോബ് ചെയ്തേക്കുന്നത് ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ടച്ച് ചെയ്തിട്ടാണ്. ഒരു ഇസാൻ കൾച്ചർ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഓവറോൾ പറയുവാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ളൊരു റൂമായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഞങ്ങൾക്ക് തോന്നിയത് ഇവിടുത്തെ ബാത്റൂമിന് ലോക്കില്ല. ഇതിനു മുമ്പ് ഞങ്ങളൊരു റിസോർട്ടിൽ നിന്നപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒരു ഗ്ലാസ് ഡോറാണ്, ലോക്കില്ലാതെ. അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ റൂമിൽ കയറി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ തായ്ലൻഡിൽ റെയിനി സീസണാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരു വൈബായി. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മലകളൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ ഇങ്ങനെ കോട പോലെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. മഴ പെയ്ത് കിടന്നപ്പോൾ അവിടെ നിൽക്കുന്ന ചെടികളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു.
റിസോർട്ടിലെ അടുത്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇവിടുത്തെ പൂള്. ഒത്തിരി വലിയ പൂളൊന്നും അല്ലെങ്കിലും ആ ഉള്ള പൂള് അവർ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആ ഫോറസ്റ്റും പിന്നെ ഈ റിസോർട്ടിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു ആ പൂള് കാണാനായിട്ട്. ഞങ്ങൾ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു. പൂളിൽ പോകാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ചേച്ചിയുടെ കുട്ടി മനുവിനായിരുന്നു, അതിൻ്റെ കൂടെ ഉണ്ണി. ചീവീടിൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. ആ മേളിൽ കാണുന്ന റോഡാണ് കവോയായി നാഷണൽ പാർക്കിലോട്ടുള്ള എൻട്രൻസ് റോഡ്. നൈറ്റൊക്കെ ആയപ്പോൾ വേറൊരു ലുക്കായി റിസോർട്ടിന്. സാധാരണ നൈറ്റ് ഇവിടെ ലൈവ് മ്യൂസിക്കും മൂവിയൊക്കെ ഇടാറുണ്ട്. ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് അതില്ല. ലൈറ്റിംഗ് ഒക്കെ വന്നപ്പോൾ നല്ലൊരു വൈബായി ആ റിസോർട്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ റിസോർട്ട് ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഹൈലൈറ്റഡ്. കുറേ വെറൈറ്റീസ് ആൻഡ് ഒതൻറ്റിക് തായ് ഫുഡ് കിട്ടും. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ചേച്ചിയൊക്കെ എക്സൈറ്റഡ് ആണ്. കാരണം അവരിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചത് തായ് ഫുഡാണ്. അപ്പോൾ അവർക്കും ട്രൈ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. അപ്പം ഞാൻ ഈ ഫുഡ് ഫുള്ളായിട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഫുഡ് എന്തൊക്കെയാണെന്നുള്ളതെന്ന് കണ്ടിട്ട് വാ. ഓവറോൾ ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തായ് ട്രഡീഷണൽ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു തായ് ഒതൻറ്റിക് തായ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ഈ റിസോർട്ടിലോട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഒരു സിറ്റി ലൈഫിൽ നിന്ന് മാറി ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഈ റിസോർട്ടിൻ്റെ പേര് റീകോൾ ഇസാൻ കൺസെപ്റ്റ് കവോയായി. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ കവോയായി നാഷണൽ പാർക്കായി. ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ കവോയായി നാഷണൽ പാർക്കിലേക്കാണ് പോയത്. അതുവഴി ഞങ്ങൾ തിരിച്ച് ബാങ്കോക്കിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് പറയുക നിങ്ങളുടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.